ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ഒന്നുമല്ല, ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ചക്കിട്ടപ്പം മൊയിൽ ചത്തുന്ന പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയൊരു റെസിപ്പിയാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇതുപോലെ ഒരു സ്വീറ്റ് ആക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആദ്യം തന്നെ നമ്മളിതേ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിള വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പാലിൽ കസ്റ്റേർഡ് പൗഡർ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ടയിലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. സാധാരണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാലിങ്ങനെ കട്ട പിടിക്കാറുണ്ട്. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ പാലിൽ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത് വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. പക്ഷേ ഇതിൻ്റെ കളറ് ബ്രൗൺ കളറിലേക്ക് മാറരുത്. ഈ വൈറ്റ് കളറിൽ തന്നെ നമുക്കിത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് റവ വെച്ചിട്ട് ഇത്ര സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല മനസ്സിലായത്. ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെറിയ രീതിയിൽ കുഴഞ്ഞിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പാൽപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ റവ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചട്ടിയിലേക്ക് ആ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയാവരുത്. നല്ല രീതിയിൽ റവ അതിലേക്ക് കിടന്ന് ഇങ്ങനെ വീർക്കണം. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റവ എടുക്കുന്നതിൻ്റെ ഒരു ഇരട്ടി വെള്ളം നമ്മൾ ഇതിലേക്ക് എടുക്കും വേണം. പാൽപ്പൊടിയുടെ ക്വാണ്ടിറ്റിയും കൂട്ടും വേണം കേട്ടോ. അത്രേ ഉള്ളൂ. ഈ സമയത്ത് എന്തായാലും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് വെള്ളത്തിൻ്റെ അംശം അത്യാവശ്യം കുറഞ്ഞു വരുന്നു കാണുമ്പോൾ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യണം. ഇനി റവയുടെ മിക്സ് നേരത്തെ കസ്റ്റേർഡ് മിക്സ് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ മാറ്റി വയ്ക്കുക. ഇനി ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ മോഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് റവയുടെ മിക്സ് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലെയറായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ പാത്രത്തിൽ നെയ്യോ അതൊന്നും തടവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഒക്കെ ഒരു കൈയളവാണ്. പിന്നെ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. അത്രയ്ക്കുള്ളൂ സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഹെൽത്തിയാണ്. കസ്റ്റേർഡ് പൗഡർ അത്ര ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റവ ഒക്കെ അത്യാവശ്യം നമ്മൾ എന്തായാലും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മുടെ റവ കൊണ്ടുവരാൻ കാരണം വേറൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ മോനിങ്ങനെ ചെറിയ രീതിയിൽ കഞ്ഞി പോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പണ്ട്. അത് വെച്ചിട്ട് ഒരു ഓർമ്മയിൽ ചെയ്തെടുത്താണ്. സംഭവം കിടിലനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്